അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അല്ലാഹു നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലുമെല്ലാം ഒരു സൽപ്രവർത്തനമാക്കി ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ പരിശുദ്ധവും പരിപാവനവുമായ ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കോരി തരുന്ന ഈ സുന്ദരമായ മാസത്തിൽ, ഈ സുന്ദരമായ നിമിഷത്തിൽ ഇൻഷാ അല്ലാഹ് കുറച്ച് ദിക്റുകളിലായി, തസ്ബീഹുകളിലായി, തഹ്ലീലുകളിലായി, ഇസ്തിഗ്ഫാറുകളിലായി അല്പസമയം ചെലവഴിച്ച് അള്ളാഹിനോട് നമുക്ക് സങ്കടങ്ങളും നമ്മുടെ ആവശ്യങ്ങളും പറയണമെന്ന ആഗ്രഹത്തിലാണ് നമ്മുടെ ഈ വൈകുന്നേരത്തെ ഈ മജ്‌ലിസ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ആദ്യമായി നമ്മൾ ചൊല്ലാൻ പോകുന്നത് ഇസ്തിഗ്ഫാറാണ്. ഒരു ദിവസത്തിന്റെ പര്യവസാനം കുറിക്കുകയും ഒരു രാവിന്റെ തുടക്കവുമായ ഈ പരിശുദ്ധമായ സമയം, അള്ളാഹു ഏറ്റവും പ്രതിഫലങ്ങൾ നൽകുന്ന മലക്കുകൾ പ്രതിഫലങ്ങൾ കണക്കാക്കാൻ കറങ്ങി നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇൻഷാ അല്ലാഹ് ചെയ്തു പോയ പാപങ്ങളെ റബ്ബിന്റെ കോടതിയിലേക്ക് ഏറ്റുപറയാൻ ഏറ്റവും പര്യാപ്തമായ സമയമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാർ എല്ലാവർക്കും അറിയാം. ആ ഇസ്തിഗ്ഫാർ ഇൻഷാ അല്ലാഹ് ഒരു 100 വട്ടം നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ
അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 ഇലാഹി അംദ മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അംദ മഖ്സൂദി ورضاك مطلوبي إلهي أمد مقصودي ورضاك مطلوبي الله സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, അടുത്ത് നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുക, അള്ളാഹുവിനെ ഹംദ് ചെയ്യുക, അള്ളാഹുവിനെ വാഴ്ത്തിപ്പാടുക എന്നുള്ളൊരു വിശ്വാസികളുടെ ഭാഗമാണ്. ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഏറെ പ്രതിഫലമുള്ള, മീസാൻ എന്ന തുലാസിൽ ഭാരം അധികരിക്കുന്ന, അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ കാരണമാകുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ കരകതമാകുന്ന ഏറ്റവും മഹത്തമായൊരു ദിക്റാണ് ഈ ദിക്ർ. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നമ്മളൊരു 100 വട്ടം ചൊല്ലാൻ പോവുകയാണ്. അള്ളാഹു സ്വീകരിക്കുന്ന ഒരു അമലാക്കി, ഒരു സദസ്സാക്കി, ഒരു പ്രാർത്ഥന മജ്ലിസാക്കി അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു
أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر
അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു 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 അക്ബർ. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവും അള്ളാഹു നമുക്ക് തന്ന കഴിവല്ലാത്തതൊന്നുമില്ല. നമ്മളൊന്നുമല്ല. അള്ളാഹിന്റെ ഖുർആൻ പറയുന്നത് ഖുലിഖൽ ഇൻസാന ദഈഫ എന്നാണ്. മനുഷ്യൻ ബലഹീനരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തരാതെ ഒരു കഴിവുമില്ല. ഇതുവരെ എന്തെങ്കിലും അള്ളാഹു നമുക്കൊരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് അത് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത്, നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, നല്ലത് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാ, പടച്ചവനല്ലാതെ ഒരു കഴിവുമില്ല. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നമുക്ക് നമ്മുടെ കൽബിൽ നമ്മളൊന്നുമല്ല അള്ളയാണ് എല്ലാമെന്ന് കൊണ്ടുവരാൻ ഒരു വലിയ സന്ദേശമാണ് ദിക്ർ. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നമ്മളൊരു 100 വട്ടം ചൊല്ലാം. ഏതാണ് ദിക്ർ? മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ, മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ 100 വട്ടം നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ, 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 മാഷാ അല്ലാഹു ലാ ഖുവത
قوة إلا بالله ما شاء الله لا 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 قوة إلا بالله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي الله സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ചൊല്ലിയ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നിഅമത്തുകളും അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ നിലനിർത്തി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ, ദായിമാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, 11 സ്വലാത്ത് കൂടി നമ്മൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് നമുക്ക് കടക്കാം. മുത്ത് മദീനയിലേക്ക്, മുത്തനബി എന്ന ഹളറത്തിലേക്ക് 11 സ്വലാത്ത് അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു 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 അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ പടച്ചവനെ കരുണക്കടലായ റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മുത്തഖീങ്ങളില് മുഖ്ലിസീങ്ങളില് മുഹബ്ബീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ് അല്ലാ, നഷ്ടവാളികളാണ് അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് രോഗങ്ങളിലാണ്, ബുദ്ധിമുട്ടുകളിലാണ്, പ്രയാസങ്ങളിലാണ്. ഷാഫിയായ റബ്ബേ, കാഫിയായ അല്ലാ, മുആഫിയായ റഹ്മാനെ പരിപൂർണ ശിഫ തരണേ അല്ലാ. മുട്ടുവേദനയുള്ളവർ, നടുവേദനയുള്ളവർ, തലവേദനയുള്ളവർ, മൈഗ്രെയിൻ ഉള്ളവർ, അങ്ങനെ തുടങ്ങി ക്യാൻസർ രോഗികളുണ്ട് റബ്ബേ, ഡയാലിസ് ചെയ്യുന്നവരുണ്ട് റബ്ബേ, കീമോതെറാപ്പി ചെയ്യുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ അവർക്കെല്ലാവർക്കും നീ അർഹമായ ശിഫ കൊടുക്കണേ അല്ലാ, പൂർണ്ണമായ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആ രോഗങ്ങളെ തൊട്ട് കാവല് തരണേ അല്ലാ. കടങ്ങളുള്ളവരുണ്ട് റബ്ബേ, കടങ്ങളെ വീട്ടിത്തരണേ അല്ലാ. അല്ലാഹുവേ വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, വസ്തുയില്ലാത്തവർ, അല്ലാ ജോലിയില്ലാത്തവർ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവർ എല്ലാവർക്കും ഖൈറായത് അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ എല്ലാ ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇസ്സത്ത് തരണേ അല്ലാ. ഫലസ്തീനിലെ മക്കളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ രാജ്യങ്ങൾ പലതും തമ്മിൽ യുദ്ധങ്ങൾ നടക്കുകയാണ്. അല്ലാഹുവേ പ്രവാസികളെ അനുഗ്രഹിക്കണേ അല്ലാ, പ്രവാസികളെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ആമീൻ പറയുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിൽ എന്തൊക്കെ മുറാദുകളുണ്ടോ നിറവേറ്റി കൊടുക്കണേ അല്ലാ. സ്വീകരിക്കണം റഹ്മാനെ. ആരൊക്കെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ കബൂലാക്കണേ അല്ലാ. അല്ലാ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരിയം ഈ ചാനലിലൂടെ ഞങ്ങൾ രാവിലെ എല്ലാ ദിവസവും ഒരു അറിവ് ഞങ്ങൾ പഠിക്കാറുണ്ട് റബ്ബേ. ഈ സന്ധ്യാസമയത്ത് മഗ്രിബിന്റെ സമയത്ത് ദിക്റുകൾ ചൊല്ലാറുണ്ട് റബ്ബേ. ഇതെല്ലാം ഒരു സൽപ്രവർത്തനമാക്കി കബൂലാക്കണേ അല്ലാ. സ്വീകരിക്കണം റഹ്മാനെ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ്. അതിലേക്ക് നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.